മുനമ്പം തന്നെയാണ് വിഷയം. മുനമ്പത്തുകാരുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണാനിടയായി. അതിലൊരു അമ്മ പറയുന്ന വാക്കുകളാണ് സത്യത്തിൽ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. മുനമ്പം വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്കറിയാം. പാർലമെന്റിൽ ആ ബില്ല് പാസ്സായി, രാഷ്ട്രപതി അത് ഒപ്പിട്ടു. മുനമ്പത്തുകാർക്ക് ആളുകളൊക്കെ എന്തൊക്കെ കോൺഗ്രസും CPM-ഉം കിണഞ്ഞു പരിശ്രമിച്ച് ഇനി BJP തകർക്കാനോ മുനമ്പത്തുകാരെ തകർക്കാനോ ശ്രമിച്ചാലും അതൊന്നും തകരില്ല. കാരണം രാഷ്ട്രപതി ഒപ്പിട്ട ബില്ലാണ്. ആ ബില്ല് മാറുകയും ചെയ്തു. അതുകൊണ്ട് മുനമ്പത്തുകാരുടെ ഭൂമി ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏകദേശം 50ഓളം ക്രിസ്ത്യൻ കുടുംബങ്ങൾ, ഇതുവരെ കോൺഗ്രസിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന 50ഓളം ക്രിസ്ത്യൻ കുടുംബങ്ങൾ, മുനമ്പത്തെ 50ഓളം ക്രിസ്ത്യൻ കുടുംബങ്ങൾ BJP-യിലേക്ക് ചേർന്നു. മാത്രമല്ല, അവർ പറയുന്നത് താമര വിരിയിക്കുന്നത് വരെ ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. കാരണം ഞങ്ങൾക്കാരുമില്ലാതിരുന്ന സമയത്ത് ഞങ്ങൾക്കൊപ്പം നിന്നത് BJP ആണ്. നമ്മൾ ആ പന്തലിൽ ചെന്നപ്പോ ആ അമ്മിച്ച് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഞങ്ങളുടെ പേര് കൊടുക്കാൻ എന്നാണ് ചോദിച്ചത്. ഇനി നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ സ്വത്തുക്കൾ വീണ്ടെടുത്ത് തന്നവന്റെ കൂടെ നിൽക്കുവോ, അല്ലാതെ കൊണ്ടുപോകാൻ സഹായിച്ചവന്റെ കൂടെ നിൽക്കുവോ? BJP ഞങ്ങൾക്കൊപ്പം നിന്നത് കൊണ്ടാണ് ഈ ബില്ല് പാസ്സായതും വഖഫിന് ഞങ്ങളുടെ 1 സെന്റ് ഭൂമി പോലും തൊടാൻ കഴിയാത്തതും. കേന്ദ്രമന്ത്രിമാർ അടക്കം ഇവിടെ എത്തി ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് പറയുകയും ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്തവരാണ് BJP-ക്കാർ. അതുകൊണ്ട് BJP-ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ മടിക്കില്ല. സതീശനെയൊക്കെ വലിച്ചു കീറുന്നുണ്ട് ഈ അമ്മ. സതീശനൊക്കെ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അതായത് മുനമ്പത്തുകാർക്ക് വേണ്ടി ഒരു അക്ഷരം സംസാരിക്കാത്ത മുനമ്പത്തുകാരെ ഒരു തരത്തിലും നോക്കാതെ അവഗണിച്ചിട്ടിരുന്ന CPM-നും കോൺഗ്രസിനും 2026-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നല്ല ഒന്നാന്തരം അടി മുനമ്പത്തുകാർ ഓങ്ങി വച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ അമ്മ പറയുന്ന വീഡിയോ അത് നിങ്ങളൊന്ന് കേൾക്കണം. സതീശനോട് അയാൾ പറയണേനൊക്കെ പറയാൻ തന്ന വായ വാക്കത്തി പോലെ എല്ലായിടത്തും വരട്ടേണ്, എല്ലാ കാര്യത്തിനും ഒരു ബോധമില്ല. ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം അതിൽ നന്നായിട്ട് വഖഫ് എന്താന്ന് ഒരു പഠിക്കൂല. പക്ഷെ അയാളോ എങ്ങനെ അഡ്വക്കേറ്റ്. ആ വീഡിയോ നിങ്ങൾ കേട്ടല്ലോ. അതായത് ഈ മുനമ്പ വിഷയം ഒരുപാട് നാളുകളായി ചർച്ച, ഏകദേശം 100-102 ദിവസത്തിലേറെയായി അവർ തങ്ങളുടെ ഭൂമി വഖഫ് എന്ന് പറയുന്ന ദുർഭൂതം കൊണ്ടുപോകുമോ എന്ന് ഭയന്നുകൊണ്ട് ഇവർ ജീവിക്കാനും സമരം ചെയ്യാനും തുടങ്ങിയിട്ട്. മുസ്ലിം ലീഗ് കൂടെ ഉള്ളത് കൊണ്ട് കോൺഗ്രസ് ഇതിലൊരക്ഷരം മിണ്ടില്ല. നമുക്കറിയാം, പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് പിന്നെ പ്രിയങ്ക ഗാന്ധി ആ ഭാഗത്ത് പോലും വന്നിട്ടില്ല. അവർ എവിടെയാണെന്ന് ഇപ്പോഴും അന്വേഷണത്തിലാണ്. രാഹുൽ ഗാന്ധി ഒരു ഭാഗത്ത് മാറിയിരുന്ന് ഉറങ്ങുന്നതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് വൈറലാക്കിയിട്ടുണ്ട്. ഒരാള് പോലും വഖഫിനെ കുറിച്ച് മിണ്ടുന്നത് BJP ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ വാ തുറക്കുന്നതും മിണ്ടുന്നത്. അല്ലാതെ BJPക്ക് മുനമ്പത്തുകാരോട് ഒരു സ്നേഹവുമില്ല. അവർ രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ മുനമ്പത്ത് BJPക്കാരെ നിങ്ങൾ വിജയിപ്പിക്കൂ, അപ്പോൾ നിങ്ങളുടെ ബില്ല് ഞങ്ങൾ പാസ്സാക്കി തരാം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ BJPക്ക്. അപ്പോൾ BJPക്ക് വളരണം. ആ വളർച്ച ജനങ്ങളിലൂടെ ആകണം. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് കൊണ്ടാകണം ഞങ്ങളുടെ വളർച്ച എന്ന് BJPയും കേന്ദ്രത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരും തീരുമാനിച്ചതിന്റെ ഫലമാണ് മുനമ്പത്തുകാർ ഇന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത്. എന്ന് വേണമെങ്കിലും വഖഫ് എന്ന് പറയുന്ന ആ കുടത്തിൽ നിന്നിറങ്ങിയ ഭൂതം മുനമ്പത്തുകാരെ മുഴുവൻ ആ കടലിലേക്ക് ഒലിപ്പിച്ചു കൊണ്ടുപോകുമെന്ന് അവർ ഭയന്നിരുന്നിടത്താണ് ഒരുപക്ഷെ ദൈവരക്ഷകരായി BJP എത്തിയതും മുനമ്പത്തെ സംരക്ഷിച്ചത്. മുനമ്പത്ത് നിരവധി BJP നേതാക്കൾ എത്തുന്നുണ്ട്. സതീശനോടൊക്കെ ഒരു വാക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് നാണം എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ? BJP രാഷ്ട്രീയ ലക്ഷ്യമായി ഇതിന് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ട് മുനമ്പത്തുകാരെ രക്ഷിക്കാൻ നിങ്ങൾ ഇറങ്ങിയില്ല? നിങ്ങൾ ഒരു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവല്ലേ? നിങ്ങൾ വന്ന സമയത്ത് കുറെ PR വർക്കൊക്കെ ചെയ്ത് കുറെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കുറെ നടക്കുന്നതും എടുക്കുന്നതും പോകുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഉമ്മമ്മയ്ക്കുന്നതും വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഭയങ്കരമായി PR ഏജൻസികളെ കൊണ്ട് അങ്ങ് നടത്തി അങ്ങ് അർമാദിക്കായിരുന്നു. ഇപ്പൊ എവിടെ പോയി? ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുകയാണ്, ആരാണ് സതീശൻ? ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയിലൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടോ എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ചോദിക്കുന്നത് പോലെ കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നോ എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. അദ്ദേഹത്തിന്റെ പേര് VS അച്യുതാനന്ദൻ എന്നാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് കേരളത്തിൽ ഒരു സർക്കാരിനെ പലതിലും തിരുത്താൻ, നിയന്ത്രിക്കാൻ സർക്കാർ ജനങ്ങൾക്കുതകുന്ന കാര്യങ്ങളല്ല ചെയ്യുന്നതെങ്കിൽ അതിനെതിരെ കൃത്യമായി പ്രതിഷേധം നടത്താൻ, അതിനെതിരെ കൃത്യമായ കാര്യങ്ങൾ ഉന്നയിക്കാൻ
നിയമസഭയിൽ കൃത്യമായി സംസാരിക്കാൻ ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ടായിരുന്നു. അത് പിണറായി പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പദവി സ്വപ്നം കണ്ടുകൊണ്ട് കൂടെയുള്ളവരുടെ കാല് വാരുന്ന സമയം നിങ്ങൾക്ക് ആ മുനമ്പത്ത് പോയി ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, ഞങ്ങളുടെ പാർട്ടി നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം, വഖഫ് എന്ന് പറയുന്ന ആ ദുർഭൂതത്തിന് വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ ഭൂമി വിട്ടുകൊടുക്കാൻ അനുവദിക്കില്ല, നിങ്ങൾക്കൊപ്പമാണ് എന്ന് പറയാൻ ലേശമെങ്കിലും നട്ടല് വേണം സതീശ. അല്ലാതെ 4 വോട്ടിന് വേണ്ടി എന്നും പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ജീവിക്കാമെന്ന് കരുതണ്ട. അത് നടക്കുന്ന കാര്യമല്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധി ഉദിച്ചു എന്നതിന്റെ തെളിവാണ് ബ്രിട്ടാസ് അവിടെ ഇരുന്ന് കുരച്ചാലും പിന്നെ കേരളത്തിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി 75,000 വോട്ടിന് മുകളിൽ ജയിച്ചത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് ബുദ്ധി ഉദിച്ചത് കൊണ്ടാണ്. ഘോരമായ BJP പ്രസംഗം നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന BJP ഓരോ സെക്കൻഡും അവരോടൊപ്പം എത്തി അവരെ ചേർത്ത് പിടിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എത്ര നാൾ നിങ്ങളിങ്ങനെ BJPയെ കുറ്റം പറഞ്ഞും BJPയുടെ തലയിലെല്ലാം കൊണ്ടുവച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ജീവിക്കും? എത്ര നാൾ ജീവിക്കും? മുനമ്പത്ത് എന്ന് പറയുന്ന ഒരു അള്ളാഹുവിന് നൽകുന്ന ഭൂമിയാണ്, ദാനം നൽകുന്ന ഭൂമിയാണ്. അള്ളാഹുവിന് എന്തിനാണ് ഭൂമി? മറ്റുള്ളവന്റെ നിന്ന് പിടിച്ചു വാങ്ങുന്ന ഭൂമി എന്തിനാണ് അള്ളാഹുവിന്? അള്ളാഹുവിന് ആരുടെയും ഭൂമി വേണ്ട. അദ്ദേഹം ലോകത്തെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന ഒരു നാഥനാണ്. ആ നാഥൻ എന്തിനാണ് ഭൂമി? അദ്ദേഹം മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഇല്ലാത്തത് കൊടുക്കൂ എന്ന് പറയുന്ന നാഥനാണ് അള്ളാഹു എന്ന് പറയുന്നത്. ആ അള്ളാഹുവിന് എന്തിനാണ് പാവങ്ങളുടെ ഭൂമി? കഷ്ടപ്പെട്ട് ജീവിതകാലം മുഴുവൻ പണിയെടുത്ത് മക്കളുടെ വിവാഹത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന കിടപ്പാടവും ഭൂമിയും ഇത് അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നതിന്റെ ആ ഒരു എന്താ പറയുക, തന്തയില്ലായ്മ, പിതൃശൂന്യത അങ്ങനെ തന്നെ പറയണം. ആ ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസിനെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഇവരുടെ ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഒരു കാരണവശാലും കോൺഗ്രസിനെ ജയിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവരുത്. അങ്ങനെ ജയിപ്പിച്ചാൽ കേരളത്തിലെ മുഴുവൻ ഭൂമിയും ഇവർ വഖഫിന് തീരെഴുതി നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പാവങ്ങളുടെ ഭൂമി മുഴുവൻ ഇവർ വഖഫിന് വേണ്ടി നൽകുകയും കൊടുക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട എന്നുള്ളതാണ്. കോൺഗ്രസിനെ നമ്പിയാൽ ഒരു വാക്കുകൂടെ ഉണ്ട്, അത് പറയുന്നത് ശരിയല്ല ഒരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ. അതുകൊണ്ട് ഇത് കോൺഗ്രസിനെ തിരിച്ചറിഞ്ഞ മുനമ്പത്തെ ജനങ്ങൾ നിങ്ങളോട് ആവർത്തിച്ച്, കേരളത്തിലെ ജനങ്ങളോട് ആവർത്തിച്ച് പറയുന്നതാണ്, CPM-നെ ആയാലും കോൺഗ്രസിനായാലും 4 വോട്ടിന് വേണ്ടി അവർ ജനങ്ങളെ ഏത് തരത്തിലും ചതിക്കാൻ മടിയില്ലാത്തവരാണ്. അത് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുക തന്നെ വേണം.